ഏഴാം റൗണ്ടിലാണ് 1315 വോട്ട്. പാലക്കാട് ചിത്രം ആദ്യം എണ്ണുന്നു, പോസ്റ്റൽ വോട്ട് എണ്ണുന്നു. സി കൃഷ്ണകുമാർ BJP മുന്നിൽ നിൽക്കുന്നു, അത്ഭുതമില്ല. അതാണ് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ BJP നിൽക്കുന്നു. ആദ്യ റൗണ്ട് എണ്ണുന്നു, EVM എണ്ണുമ്പോഴും സി കൃഷ്ണകുമാർ തന്നെ മുന്നിൽ വരുന്നു. BJPക്ക് മുൻതൂക്കമുള്ള നഗരസഭ എണ്ണുന്നു, സ്വാഭാവികം BJP മുന്നിൽ വരുന്നു. പെട്ടെന്ന് ഇതാ കണക്ക് മാറുന്നു. പെട്ടെന്ന് ആദ്യ റൗണ്ടിൽ മുന്നേറ്റം ഉണ്ടാക്കിയ BJPയെ മറികടന്നുകൊണ്ട് രണ്ടാം റൗണ്ടിൽ UDF വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതായത് കണക്കുണ്ട് കൃത്യം. റൗണ്ട് ഒന്നിൽ BJPയുടെ ലീഡ് 1057 ആയിരുന്നു. റൗണ്ട് രണ്ടിലെത്തിയപ്പോഴേക്കും BJPയുടെ ലീഡ് 798 കുറയുന്നു. റൗണ്ട് 3 എത്തിയപ്പോഴേക്കും UDF ലീഡ് 1176 ആകുന്നു. റൗണ്ട് 4 UDF ലീഡ് 1366 കുതിക്കുന്നു. റൗണ്ട് 5 എത്തിയപ്പോഴേക്കും BJP ലീഡ്, റൗണ്ട് 5 എന്ന് പറഞ്ഞാൽ BJPയുടെ വളരെ ശക്തമായ പഞ്ചായത്താണ്, അവിടെ എത്തിയപ്പോഴേക്കും BJP ലീഡ് 1015 ആകുന്നു. പിന്നീട് റൗണ്ട് 6 എത്തിയപ്പോൾ BJPയുടെ ലീഡ് 412 ആകുന്നു. ഏറ്റവും ഒടുവിൽ റൗണ്ട് 7 കഴിഞ്ഞ് 8 എണ്ണിയപ്പോഴാണ് ഈ തരത്തിൽ 1388 എന്ന കണക്ക് ഉൾപ്പെടുന്ന 5-ാം റൗണ്ടിൽ മൂത്താന്തരം ഉൾപ്പെടുന്ന BJP ബെൽറ്റ്, അവിടെയാണ് BJP ആ ലീഡ് തിരിച്ചു പിടിച്ചത് എന്ന് പറയണം. നഗരസഭ കഴിഞ്ഞു, അവിടെ കാലിടറി. പിന്നെ മൂത്താന്തരയ്ക്ക് എത്തിയ സമയത്ത് BJP ആ ലീഡ് പിടിച്ചു. നഗരസഭയിൽ വലിയ തരത്തിൽ വോട്ട് കുറഞ്ഞു. ഈ കഴിഞ്ഞ തവണ ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, നഗരസഭയിൽ ആ പോയ വോട്ടുകളൊക്കെ കിട്ടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ്. കാരണം ആ കോട്ട പൊളിച്ച് ആ വോട്ട് UDFിലേക്ക് വന്നു. അങ്ങനെ രാഹുൽ അവിടെ വോട്ട് കൂട്ടി. രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിയാൽ നേട്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ സരിന് രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മാത്തൂരും കണ്ണാടിയും എണ്ണിയാൽ അത് കണ്ണാടിയൊക്കെ LDFന്റെ വളരെ ശക്തമായ പഞ്ചായത്തുകളാണ്. നമുക്കറിയാം ഈ ചേലക്കരയിലെ വികാരം, ചേലക്കരയിൽ ന്യൂനപക്ഷ മേഖലകളിൽ പോലും LDFന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള മുന്നേറ്റം ഈ കണ്ണാടി പോലെ മാത്തൂർ പോലെയുള്ള ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടായാൽ, അവിടെ വോട്ട് കൂടുതലായി സരിൻ പിടിച്ചാൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് സരിൻ എത്തുക എന്നത് അസാധ്യമല്ല. പക്ഷെ പാലക്കാട് ഇതുവരെ റിസൾട്ട് 10-15 മിനിറ്റായിട്ട് മാറുന്നില്ല. പോളിംഗിലും ഇത് കാണുന്നുണ്ടായിരുന്നു. കാരണം BJP കേന്ദ്രങ്ങളിൽ, നഗര കേന്ദ്രങ്ങളിൽ പോളിംഗ് ഇത്തവണ കുറഞ്ഞു. അതേസമയം ഈ പറയുന്ന പോലെ പിരായിരി, കണ്ണൂര്, മാത്തൂര്, ഇവിടെ എല്ലാം പോളിംഗ് നല്ല വണ്ണം നടന്നു. നഗര കേന്ദ്രങ്ങളിൽ കുറഞ്ഞു. നഗര കേന്ദ്രങ്ങളിൽ കുറയുമ്പോൾ അത് BJP അല്ലേ ബാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ UDFനും LDFനും, സരിനും രാഹുലും ഒക്കെ പോളിംഗ് ദിവസം അത് പറഞ്ഞതാണ്. അങ്ങനെയല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം സി കൃഷ്ണകുമാർ പ്രകടമാക്കി. അപ്പോൾ പോളിംഗ് പോലും കുറഞ്ഞു. അതായത് BJP എന്താണ് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, സരിനും അത് പറഞ്ഞു, BJPയുടെ പരമ്പരാഗത വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ട് തന്നെയില്ല, അതായത് പോയിട്ടില്ല, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് BJPയുടെ പരമ്പരാഗത വോട്ടുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് BJPക്കകത്ത് അന്വേഷിക്കേണ്ട വിഷയമാണ്. BJPയുടെ പ്രധാനപ്പെട്ട വോട്ടുകൾ പോൾ ചെയ്തില്ലേ? നഗരസഭയിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു? പോൾ ചെയ്യപ്പെട്ടില്ലേ? എന്തുകൊണ്ട് പോൾ ചെയ്യപ്പെട്ടില്ല? അങ്ങനെയാണെങ്കിൽ അതൊരു വിഷയമാണ്, അത് BJPക്ക് വിഷയമാണ്. BJPയുടെ അവകാശവാദം പറഞ്ഞ ഈ പോൾ ചെയ്യാതിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് അനുകൂലമായി നിൽക്കുന്നവരാണെങ്കിലും അവർ പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ പോകാറില്ല. അത്തരം വോട്ടുകൾ കണ്ടെത്തി ബൂത്ത് തലത്തിൽ തന്നെ ആ വിഷയത്തിൽ പ്രവർത്തകർ നേരിട്ടിറങ്ങി വളരെ കൃത്യമായി തൃശ്ശൂരൊക്കെ ചെയ്തതുപോലെ ഗ്രൗണ്ട് വർക്ക് നടത്തി RSSന്റെ സഹായത്തോടു കൂടി ഈ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള അവകാശവാദം നഗരസഭയിലും മറ്റു മേഖലകളിലുമൊക്കെ BJPക്കുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോയവർ കുത്തിയത് BJPക്കല്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അതുതന്നെയാണ് വളരെ പ്രധാനമായും BJPയുടെ ഇപ്പോഴത്തെ ഒരു പിന്നോട്ട് പോക്കിന് പിന്നിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. 1388 വോട്ടുകൾക്ക് ഇപ്പോഴും നിർത്തുന്നു. ഈ നേരത്തെ ഈ BJPയുടെ വിഷയം തന്നെ പാലക്കാട് 2021 എടുക്കുക. ആദ്യത്തെ ഒരു 3 റൗണ്ടൊക്കെ എണ്ണുമ്പോൾ ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ നേടിയത് 4000-ത്തിലധികം വോട്ടുകൾക്ക് മുന്നിൽ. അവിടെയാണ് സി കൃഷ്ണകുമാർ പിന്നിലായത്. അതായത് ശ്രീധരൻ നേടിയതിലും എത്രയോ താഴെയാണ് പോയത്. ആദ്യത്തെ ഈ 2 റൗണ്ടിലുണ്ടായപ്പോഴും 2000-എങ്കിലും ലീഡ് നിലുണ്ടായിരുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞത് 1000-ൽ താഴെ ലീഡാണ് 2000-ൽ നിൽക്കുന്നത്. ആ സമയത്ത് വെറും ജസ്റ്റ് ആ ഒരു രീതിയിൽ ഈ നഗരസഭയിലുള്ള മുഴുവൻ പ്രതീക്ഷയും പറഞ്ഞാൽ ഇനി 3 പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിലേക്ക് അവിടെ പോരാട്ടം LDFും UDFും തമ്മിലാണ്. പിരായിരിലും കണ്ണൂരും കണ്ണാടിയിലും മാത്തൂരും മത്സരം LDFും UDFും തമ്മിലാണ്. തീർച്ചയായും അപർണ, ഈ നമ്മളൊന്നുകൂടി ആ കണക്കിലേക്ക് പോയാൽ റൗണ്ട് 1-ൽ BJPക്ക് 1057 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നു. റൗണ്ട് 1 കഴിഞ്ഞപ്പോഴേക്കും 1057 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ആ സമയത്തൊക്കെ കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അത് 1500-ന് മുകളിലായിരുന്നു. റൗണ്ട് 2-ലേക്ക് എത്തിയപ്പോൾ ആ ലീഡ് അല്പമൊന്ന് വർദ്ധിക്കുകയും അത് അല്പം താഴുകയും
താഴുകയും 798 വരികയും ചെയ്തു. രണ്ടാമത്തെ റൗണ്ടിലും വോട്ട് വർദ്ധിക്കേണ്ട സ്ഥലത്താണ് 798 താഴുന്നത്. റൗണ്ട് 3 എത്തിയപ്പോഴേക്കും UDF ലീഡ് നേടുകയാണ്. അത് 1176. അപ്പോൾ തന്നെ UDF കേന്ദ്രങ്ങൾ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. നഗരത്തിൽ അവർ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിനകത്തൊരു കണക്ക്, നഗരസഭയിലെ വോട്ട് മുഴുവൻ എണ്ണി തീരുമ്പോൾ ഒരു 7000 വോട്ടിന്റെ എങ്കിലും മേൽക്കൈ ഉണ്ടെങ്കിൽ BJPക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നേനെ. 7000 വോട്ടിന്റെ അത്രയും ഉണ്ടാകണമായിരുന്നു. അതുപോലും ഉണ്ടായില്ല. നഗരസഭ എണ്ണി തീരുമ്പോൾ ദാ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ്. BJP പിന്നെ ഇനി എവിടെയാണ് ചിത്രത്തിൽ? ഇനിയുള്ളത് 2ാം സ്ഥാനമെങ്കിലും കിട്ടുമോ? BJPക്ക് 2ാം സ്ഥാനമെങ്കിലും കിട്ടുമോ? അതോ ഇടത് സ്ഥാനാർത്ഥിക്കുള്ള വോട്ടുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ, എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. കണ്ണാടിയും മാത്തൂരൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. BJPക്ക് ഇനി എന്താണ് പ്രതീക്ഷ? BJPക്ക് ഇനി BJPക്ക് വോട്ട് ഇനിയും ഒരു വിജയം എന്നുള്ളത് അപ്രാപ്യമായ ലക്ഷ്യമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ എണ്ണി തീർന്നു കഴിഞ്ഞു. ഇനി പഞ്ചായത്തുകളിൽ നിന്ന് ഈ പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിൽ നിന്നും മറ്റും അവർ പ്രതീക്ഷിക്കുന്നത് വളരെ തുച്ഛമായ വോട്ടുകളാണ്. ഈ വോട്ടുകൾ കൊണ്ട് ഒരു വിജയത്തിലെത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അവിടെ ഈ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സരിന് അനുകൂലമായി കൂടുതൽ വോട്ടുകൾ വീഴുകയും അവിടെ രാഹുൽ ഒന്ന് പമ്മുകയും ചെയ്താൽ മാത്രം എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം എന്നതിനപ്പുറം BJPക്ക് മറ്റൊന്നും തൽക്കാലത്തേക്ക് പ്രതീക്ഷിക്കാനില്ല. 1388, അതായത് അതിലൊരു വ്യത്യാസം വരുന്നില്ല. ഇപ്പോഴും 1388 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. ഒരു